അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. ബലിയായി നൽകാൻ തിരുനാഥനായി പൂജ്യമാം ഈ വേദിയിൽ. ബലിയായി നൽകാൻ തിരുനാഥനായി പൂജ്യമാം ഈ വേദിയിൽ. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. ബലിയായി നൽകുന്നു ഞാൻ. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമി ബലിവേദിയിൽ. ഒരു മനമായി ഒരു സ്വരമായി അണയാമി ബലിവേദിയിൽ. ഈശോയിൽ പ്രിയ മരിയ ഭക്തരായ വേളാങ്കണ്ണി തീർത്ഥാടകരെ, ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഷ്രൈൻ വെബ് ടി വിയിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഇന്നത്തെ ഈ കുർബാനയ്ക്കായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നിയോഗങ്ങൾ നൽകിയിട്ടുള്ളവർക്ക് വേണ്ടിയും പ്രത്യേകമായി ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഈ പരിശുദ്ധമായ ബലിയർപ്പണത്തിൽ ഭക്തിയോടെ നമുക്ക് പങ്കുചേരാം. നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അവസരമാണ് ഈ വേളാങ്കണ്ണി പള്ളിയിൽ വന്ന് ബലിയർപ്പിക്കുക എന്നത്. നമുക്കിത് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. കാരണം ഈ മണ്ണിൽ മരിയൻ അഭിഷേകമുണ്ട്. അപ്പോൾ ഈ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ബലിയർപ്പിക്കാൻ സാധിക്കുക അത് ദൈവാനുഗ്രഹമാണ്. ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത് വന്ന് നിൽക്കുക അത് ദൈവാനുഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആ ശ്രദ്ധയും നമ്മുടെ ഒരുക്കമൊക്കെ ചേരുമ്പോൾ ഇത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. ഇവിടെ നമുക്ക് വന്ന് പ്രാർത്ഥിച്ചിട്ട് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾക്ക് ഒരിക്കലും വന്ന് നന്ദി പറയാൻ പറ്റിയ വിധം ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ശക്തമായ ദൈവാനുഭവം ഈ പരിശുദ്ധ ബലി അർപ്പണത്തിലുടനീളം നമുക്ക് അനുഭവിക്കുവാൻ അതിനുള്ള കൃപയ്ക്കായി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ
വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ ജോസഫ് വാസിൻ്റെ മാതൃകയിലൂടെയും വൈദിക ശുശ്രൂഷയിലൂടെയും യേശയിലെ സഭയെ അങ്ങ് സമ്പന്നമാക്കിയല്ലോ. അങ്ങേ ദാസൻ സത്യത്തിൻ്റെ വചനത്താൽ സജീവമാക്കിയവരും ജീവന്റെ കൂദാശയാൽ പരിപോഷിപ്പിച്ചവരുമായ അങ്ങേ ജനത്തെ കടാക്ഷിക്കണമേ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥത്താൽ ഞങ്ങൾ നിരന്തരം വിശ്വാസത്തിൽ വളരാനും സുവിശേഷത്തിന് ഫലപ്രദമായ സാക്ഷികളായി തീരാനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ 40 വർഷം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ പ്രവൃത്തികൾ കാണുകയും ചെയ്തു. അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു, അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റു ചെയ്തു. എൻ്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്തു പറഞ്ഞതുപോലെ അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം പോലെ അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിന ഹൃദയമാകാതിരിക്കുവാനാണ്. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം
അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിന്റെ മുൻപിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം, നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ പാലിക്കുന്ന അജഗണവും. ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ മെരീബായിൽ മരുഭൂമിയിലെ വാത്സയിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. 40 സംവത്സരം ആ തലമുറയോട് എനിക്ക് നീരസം തോന്നി. വഴിപിഴയ്ക്കുന്ന ഹൃദയത്തോടു കൂടിയ ജനമാണിത്. എൻ്റെ വഴികളെ അവർ ആദരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് കോപത്തോടെ ഞാൻ ശപഥം ചെയ്തു. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശു രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്. എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജന പ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിലും നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്ന് ആരോടും പറയരുത് എന്ന് പറയുന്ന ഭാഗമാണ്. ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്. ഇത് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നു. ഇത് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഇതുപോലെ തന്നെ കുഷ്ഠരോഗിയുടെ സംഭവം പറയുമ്പോൾ അത് 8-ാം അധ്യായത്തിലാണ്. 4-ാം വാക്യത്തിൽ ആരോടും പറയരുത് എന്ന് പറയുന്നുണ്ട്.
ഇനിയൊരു അന്ധനെ സുഖപ്പെടുത്തുന്ന സുവിശേഷ ഭാഗം, അത് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായമാണ്. അവിടെ ആരും അറിയാനിടയാകരുത് എന്ന് പറയും. ഇനിയും മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 12-ാം അധ്യായത്തിൽ കൈ ശോഷിച്ചൊരുവനെ സുഖപ്പെടുത്തുമ്പോഴും ഇത് പരസ്യപ്പെടുത്തരുത് എന്ന് പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 5-ാം അധ്യായത്തിൽ ജായിറൂസിൻ്റെ മകളെ സുഖപ്പെടുത്തുന്ന ഭാഗത്തിൽ ഇതാരും അറിയരുത് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈശോ ഇങ്ങനെ ചെയ്തത്? സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഈശോ ഒരു മാനുഷിക പ്രശസ്തി ഈശോ ആഗ്രഹിച്ചിട്ടില്ല. ഈശോയുടെ ലക്ഷ്യം കുരിശുമരണമാണ്. അതിലേക്ക് ഒരു വലിയൊരു ലക്ഷ്യം മുന്നിൽ ഉള്ളപ്പോഴും അതിന് മുന്നേ വരുന്ന കാര്യങ്ങളൊന്നും അത്ര ശ്രദ്ധ കൊടുക്കില്ല. പ്രധാനം നമ്മളങ്ങനെയാണ് പഠിക്കുന്ന ഒരു നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠനം വലിയ കാര്യമാകുമ്പോൾ അതിന് ഇടയ്ക്കുള്ള ഡിസ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്ത് കളയും. ഇപ്പോൾ ഈശോയ്ക്ക് ഒരു പ്രീതി കിട്ടുന്ന കാര്യമാണ്, ആളുകളുടെ ഇടയിൽ ഒരു നല്ലൊരു പ്രശസ്തി കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ഈശോ അതിൽ വലിയ സ്ഥാനം വയ്ക്കുന്നില്ല, വലിയ ഒരു മഹത്വം കൊടുക്കുന്നില്ല. പരസ്യമായി പ്രവേശിക്കാൻ അതുകൊണ്ട് ഈശോയ്ക്ക് സാധിച്ചില്ല എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. എല്ലാവരോടും പോയി പറഞ്ഞതുകൊണ്ട് ഈശോയ്ക്ക് പിന്നെ പരസ്യമായിട്ട് പ്രവേശിക്കാൻ സാധിച്ചില്ല. മിണ്ടാതിരുന്നെങ്കിൽ ഈശോയ്ക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കാമായിരുന്നു. ഈ സുവിശേഷ ഭാഗം കേട്ടപ്പോഴും കൊല്ലത്ത് നിന്ന്, കൊല്ലം അല്ലെങ്കിൽ ട്രിവാൻഡ്രം ആണോന്നറിയില്ല, ഒരു വിശ്വാസി ഇവിടെ വന്നപ്പോഴും ഇതേപോലെ ഈ സുവിശേഷ ഭാഗം മറ്റൊരു ദിവസം കേട്ടപ്പോഴാണ് അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിക്കാനിടയായി. ഇപ്പോൾ ഇവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ് ദൈവം. അപ്പോൾ അത് കേട്ടിട്ട് ആളുകളെല്ലാം കൂടി വരികയാണ്, ഇവിടെ ഓടിക്കൂടി വരികയാണ്. അപ്പോൾ ഈശോ ഇവിടെ നിന്ന് വിട്ടുപോയ എന്ത് ചെയ്യും? കാരണം കയ്യിലുള്ള കാശൊക്കെ മുടക്കി യാത്ര ചെയ്ത് കഷ്ടപ്പാടൊക്കെ സഹിച്ച് നേരെ ചൊവ്വെ ഉറങ്ങാനൊന്നും പറ്റാതെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഈശോ ഇവിടെ ഇട്ടിട്ട് പോയ എന്ത് ചെയ്യും? അപ്പോൾ അതങ്ങനെ ഒരു ചോദ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ അച്ഛൻ അന്ന് പറയാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ഈശോയുടെ പ്രദർശനപരത ഇല്ലായ്മ, അത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, ഞാൻ ഇന്നതാണ്, ഞാൻ ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്, ഞാൻ രോഗികളെ സുഖപ്പെടുത്തുന്ന ആളാണ്, ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കരുത്. അതാണ് ഈശോയുടെ പ്രദർശനപരത ഇല്ലായ്മ നമ്മൾ ധ്യാനിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു കുഞ്ഞു കാര്യമുണ്ടെങ്കിലും നമ്മളിങ്ങനെ ആളുകളെ കാണിക്കുക. നല്ലൊരു വസ്ത്രം കിട്ടിയാൽ അത് കാണിച്ച് നടക്കുക, ആഭരണങ്ങൾ കാണിച്ചടക്കുക. മക്കൾക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പറഞ്ഞു നടക്കുക. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ അവർ അച്ഛന്മാരെ അനുകരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു കപ്പൊക്കെ എടുത്തിട്ട് കാശൊക്കെ എടുത്ത് ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കും. അതൊക്കെ ചെയ്യണ കാണുമ്പോഴും അവന് അച്ഛനാവും ഭയങ്കര താല്പര്യമാണ്, അവൻ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അറിയാതെയൊക്കെ ഇങ്ങനെ പറയും, അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷേ പ്രായമാകുമ്പോൾ ഒരാഗ്രഹവും കാണില്ല. ഏതച്ഛൻ എന്ന് ചോദിക്കും. ഏതച്ഛൻ? ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ അവർ പറയും. അത്രയും നമ്മൾ ചില കാര്യങ്ങൾ പ്രസിദ്ധമാക്കിയാൽ അതിൻ്റെ ഒരു അരൂപി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, ഇല്ലേ? ശരിയാണല്ലോ. ഭൗതിക ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും ആവേശം മൂത്ത് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അതൊക്കെ തകർന്നടിഞ്ഞു പോയിട്ടില്ലേ? ഒരു കല്യാണക്കാര്യം വന്നതേ ഉള്ളൂ, ഒരു കാര്യം അന്വേഷിക്കാൻ ബ്രോക്കർ വന്നതേ ഉള്ളൂ, അപ്പോൾ തൊട്ട് പുറകെ തന്നെ ഇറങ്ങി നാട്ടുകാരോട് പറഞ്ഞതിൻ്റെ അത് നടന്നിട്ടില്ല. അങ്ങനെ എത്രയോ കല്യാണാലോചനകൾ മുടങ്ങിപ്പോയിട്ടുണ്ട്. വിദേശ ജോലിയുടെ കാര്യം അത് കുറച്ച് രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യം എല്ലാവരോടും പറഞ്ഞിട്ട് അതൊക്കെ പൊളിഞ്ഞു പോയിട്ടില്ലേ? കുറച്ച് രഹസ്യമായിട്ട് വെക്കണ്ടേ? ഇനി പ്രൊജക്ഷൻസ് അത് വന്നത് മൂലം വലിയ കെണിയിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ മുഖസ്തുതിയിലൊക്കെ ചിലപ്പോൾ വലിയ സന്തോഷം കണ്ടെത്തും. ഈശോ അതിൽ സന്തോഷം കണ്ടെത്തുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം മുഖസ്തുതിയിൽ അടിപൊളിയാണ് എന്ന് പറയുമ്പോൾ കൊള്ളാം എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷമാവും. ഇത് സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 5-ാം വാക്യത്തിൽ അയൽക്കാരനോട് മുഖസ്തുതി പറയുന്നവൻ അവൻ്റെ കാലിന് കെണി വയ്ക്കുന്നു. മുൻപിൽ നിന്ന് വന്നിട്ട് മനസ്സിൽ എന്തെങ്കിലും ഒരു ചിന്ത വെച്ചിട്ട് പുറമെ ഒരു ഭംഗിവാക്ക് പറയുന്നവനെ വിശ്വസിക്കരുത്. നമ്മളിപ്പോൾ ദൂരെ നിന്ന് ആ മനുഷ്യൻ കൊള്ളാം, ആ മനുഷ്യൻ തരക്കേടില്ല, അവൻ നല്ലവൻ എന്നൊരു കാര്യമാണ് നമുക്ക് വേണം. നമ്മുടെ മുന്നിൽ വന്ന് പറയുന്നതൊക്കെ കെണിയാകാം. നമ്മളെ ദൂരെ നിന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അവൻ മിടുക്കണം,
അയാൾ നല്ലയാളാണ് എന്ന് നമ്മളെക്കുറിച്ച് നമ്മൾ കേൾക്കരുത്. നമ്മളെക്കുറിച്ച് ഒരാൾ അങ്ങനെ വിലയിരുത്തുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അപ്പം ആവേശം കാണിക്കരുത് എന്ന ഒരു ആരോടും പറയരുത് എന്നതിന് നമുക്ക് വേണമെങ്കിൽ ആവേശം കാണിക്കരുത് എന്ന് വേണമെങ്കിൽ പറയാം. ആവേശമൊന്നും കാണിക്കണ്ട. നിങ്ങൾ കിട്ടിയ അനുഗ്രഹം വെച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് അവിടെ നിന്നോ. ഇതും വെച്ചിട്ട് ആവേശമൊന്നും കാണിക്കണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ്. ആവേശം കാണിക്കണ്ട. അപ്പോൾ ഇന്ന് ജോസഫ് വാസ് എന്ന വിശുദ്ധൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. സിലോണില് പ്രധാനപ്പെട്ട വിശുദ്ധനാണ്. ഗോവയ്ക്ക് പ്രാധാന്യമുള്ള വിശുദ്ധനാണ്. 1995 ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത്. 2015 ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് ഫ്രാൻസിസ് പാപ്പ. 1651 മുതൽ ഉള്ള ഈ വിശുദ്ധൻ 1711 മരണമടഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ മറിയത്തിന് എന്നെ തന്നെ അടിമയായി സമർപ്പിക്കുന്നു. ഞാൻ അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയാതിരിക്കുക ഇല്ലേ, ആരും അറിയാതെ ഞാൻ പിടിക്കുന്നോളാം അല്ല. അടിമയെക്കുറിച്ച് ആരും അറിയില്ലല്ലോ. അപ്പോൾ മാതാവിന് അടിമ സമർപ്പണം ചെയ്തൊരു വിശുദ്ധനാണ്. ഇനി ഇദ്ദേഹം മരിച്ചപ്പോഴും ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ ഇങ്ങനെ വായിച്ച് പോയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, മരണസമയത്ത് ഒരു മെഴുകുതിരി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മരിച്ചത്. കത്തിച്ച ഒരു മെഴുകുതിരി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മരിച്ചത്. യേശുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് മരിച്ചത്. നമ്മൾ വലിയ ആവേശം മൂത്ത വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ചിലപ്പോൾ ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടി കഴിഞ്ഞാൽ ഭയങ്കര ആവേശം, ഇങ്ങനെ പൊരിഞ്ഞു നടക്കും, ഇങ്ങനെ മെതിച്ച് നടക്കും, ഭയങ്കര ശുശ്രൂഷ, അത് ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും. അവസാനം കുറച്ച് കാലം കഴിയുമ്പോൾ ആവേശമൊക്കെ കെട്ടടങ്ങുന്നത് പലരുടെയും ജീവിതത്തിൽ നിങ്ങളും കണ്ടിട്ടുള്ളതല്ലേ. ആവേശമൊക്കെ കെട്ടടങ്ങിപ്പോയി. ഒരു ചവറ് കൂട്ടിയിട്ട് കത്തണത് പോലെ കത്തിയിട്ട് കാര്യമില്ല. ഈ ചവറ്, വേനൽക്കാലത്ത് ചവറ് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് കത്തിച്ചിട്ട് അത് കത്തണ പോലെ കത്തിയിട്ട് കാര്യമില്ല. കാരണം അത് കത്തി കെട്ടടങ്ങിപ്പോവും. കെട്ടടങ്ങിയിട്ട് ആ ചാരം ഒരു കാറ്റത്തത് പറന്നും പോവും, പിന്നെ ഒന്നും ഉണ്ടാകില്ല അവിടെ. ചവറ് കൂട്ടിയിട്ട് കത്തിക്കണത് പോലെ വിശ്വാസ ജീവിതത്തിൽ വലിയ ആരെയൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു ആവേശം കാണിച്ചിട്ട് കാര്യമില്ല. ആരും അറിയരുത് എന്ന് ഈശോ പറയുന്നതിന് പിന്നിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ചവറ് കൂട്ടിയിട്ട് കത്തിക്കണത് പോലെ തിളച്ച് നടന്നിട്ട് വലിയ കാര്യമില്ല. ഒരു തിരി പോലെ കത്തി നിന്നാ മതി. ഒരു തിരി പോലെ, ചെറിയ തീയാണെങ്കിൽ അത് അവസാനം വരെ കത്തി നിൽക്കും. ഒരു തിരി പോലെ കത്തി നിന്നാ മതി. ജോസഫ് വാസിന്റെ കയ്യിൽ മരണസമയത്ത് ഒരു തിരി ഉണ്ടായിരുന്നു. ഒരു പ്രസിദ്ധമായ ധ്യാന കേന്ദ്രത്തിൽ മിഷണറിമാർക്ക് വേണ്ടിയിട്ട് അണയാത്തൊരു തിരി, അതിപ്പോഴും കത്തുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അണയാത്ത തിരി, അത് തീരുന്നതിന് മുമ്പ് അടുത്ത തിരി വെക്കും. ഇങ്ങനെ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ജോസഫ് വാസ് നല്ലൊരു തീക്ഷ്ണമതിയായ മിഷണറി ആയിരുന്നു. ഈശോ ഒരു നല്ലൊരു മിഷണറി ആയിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് തരാൻ വേണ്ടി വന്ന മിഷണറിയാണ് ഈശോ. നമ്മൾ ഈശോയുടെ മിഷണറി ആകാൻ ശ്രമിക്കുമ്പോൾ പ്രദർശന പരത ഇല്ലായ്മ നമുക്ക് വേണ്ടൊരു ക്വാളിറ്റിയാണ്. അങ്ങനെ കാണിക്കണ്ട. തിരി പോലെ കത്തി നിൽക്കുക. ആളിക്കത്തി കെട്ടുപോകുന്നതിനേക്കാൾ നല്ലത് തിരി പോലെ കത്തി അവസാനം വരെ നിൽക്കുന്നതാണ് നല്ലത്. ഇന്നത്തെ 1-ാം വായനയുടെ അവസാനം നമ്മൾ കേൾക്കുന്നത്, എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കണം. ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കണം. പ്രിയ ദൈവമൈതലേ, നിന്റെ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് നീ കർത്താവിനോട് ചെയ്ത വാഗ്ദാനം, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ചോളാം. കൂടെ പള്ളി വരാൻ നീ കാണിച്ച തീക്ഷ്ണത, നിനക്കുണ്ടായിരുന്ന വിശ്വാസം, ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം നമ്മുടെ വിശ്വാസത്തെ ആരെയും കാണിക്കണ്ട. ഞാൻ ചിലരോട് പറയാറുണ്ട്, നന്നായിട്ട് കുമ്പസാരിച്ചു, നല്ല ബെസ്റ്റായിട്ട് കുമ്പസാരിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ അടിപൊളിയായിട്ട്, താൻ അടിപൊളിയായിട്ട് കുമ്പസാരിച്ചിടും, പക്ഷെ ആരോടും പോയി പറയണ്ട ഞാനിന്ന് കുമ്പസാരിച്ചു എന്ന്. ആരോടും പോയി പറയണ്ട. ചിലപ്പോൾ ചില നല്ല കഠിന മദ്യപാനി ഉഴപ്പന്മാർ വന്ന് കുമ്പസാരിച്ചിട്ട് പോയി കൂട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരും, ഓ നീ എവിടം വരെ പോകും നമുക്കറിയാം, നിന്റെ കുമ്പസാരത്തിൻ്റെ പവർ നമുക്കിപ്പോൾ കാണിച്ച ഒരു കുപ്പി നിന്റെ മുമ്പിൽ നീട്ടിയ നിന്റെ കുമ്പസാരത്തിൻ്റെ പവർക്ക് ഇപ്പം തന്നെ പോകും. അവർ വെല്ലുവിളിക്കും. അപ്പം ആരും നമ്മളെ വെല്ലുവിളിക്കാതിരിക്കാൻ നമ്മൾ
അധികം പ്രൊജക്റ്റ് ചെയ്യരുത്, ആരും അറിയരുത്. ആത്മീയ കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ ആരോടും പറയരുത്. മുട്ടിന് നിരങ്ങി കാല് പൊട്ടിച്ചിട്ട് 2-3 ദിവസം, ഒരാഴ്ച കാലും പൊട്ടിച്ച് നടന്നു കഴിഞ്ഞാൽ എല്ലാവരും അറിയും. ചെയ്യുന്ന പരിഹാരം പോലും ആരും അറിയരുത്. പ്രിയ പൈതലെ, ചെയ്യുന്ന പാപ പരിഹാരം പോലും ആരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. അത് നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ ഇഷ്ടമല്ലേ, അത് ദൈവം മാത്രം അറിഞ്ഞാൽ പോരെ. നമുക്കതുകൊണ്ട് ഈ ചിന്ത സ്വീകരിക്കാം. കൂടുതൽ ദൈവാനുഗ്രഹം നമുക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകട്ടെ. നാഥ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. ഈ അപ്പം നമ്മളിങ്ങനെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ, ശരീരത്തിൻ്റെ കാര്യങ്ങളെ ഒക്കെ നമുക്കൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട്, ഈശോയെ ഈ അപ്പത്തോടൊപ്പം എൻ്റെ ശരീരത്തെയും എൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒന്ന് സ്വീകരിക്കണമേ. നാഥാനി കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. പ്രിയ സഹോദരരെ, ഈ വീഞ്ഞ് നമ്മൾ സമർപ്പിക്കുമ്പോൾ ഈശോയുടെ രക്തമായി തീരാനുള്ള ഈ വീഞ്ഞ്, ഈശോയെ ഞങ്ങളുടെ ആശകളെയും നിരാശകളെയും സമർപ്പിക്കുന്നു. സങ്കടങ്ങളെ, നിരാശകളെ കഴുകി വിശുദ്ധീകരിക്കണമേ. നാദാനി മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, അങ്ങ് വിശുദ്ധ ജോസഫ് വാസിന്റെ സ്മരണയ്ക്കായി അങ്ങ് അൾത്താരയിൽ കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കണമേ. ഈ ദിവരഹസ്യങ്ങൾ വഴി അദ്ദേഹത്തിന് മഹത്വം നൽകിയ പോലെ ഞങ്ങൾക്ക് പാപമോചനവും നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വിശുദ്ധ ജോസഫ് വാസിന്റെ തിരുനാളാഘോഷത്താൽ ആനന്ദിക്കുവാൻ അങ്ങ് സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യ ജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചന പ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങേ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ്
സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ
പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാരായ മെത്രാന്മാരോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. വെറുപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമരത്തോടും ആ കന്യകയുടെ പ്രധാനമായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുരീതനായ അപ്പസ്വലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സർവീസറോടുമൊത്ത് ഇത് ജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ
അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോയിൽ പ്രിയരെ, പരിശുദ്ധ കുർബാന സ്വീകരണ സമയമായ ഈ സമയം നമുക്ക് ഭയഭക്തിയോടുകൂടെ ചെലവഴിക്കാം. കുമ്പസാരിച്ച് ഒരുങ്ങിയ ആദ്യവസാനം കുർബാനയിൽ പങ്കെടുക്കുന്ന കത്തോലിക്ക വിശ്വാസികളാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. പരിശുദ്ധ കുർബാന നാവുകളിലാണ് സ്വീകരിക്കേണ്ടത്. മറ്റു മതസ്ഥരോ മറ്റു വിഭാഗങ്ങളിലോ ഉള്ളവർ ദയവ് ചെയ്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കരുത്. നിങ്ങളുടെ സ്വസ്ഥാനങ്ങളിൽ പ്രാർത്ഥനയിൽ ആയിരിക്കുക. നിങ്ങളുടെ കൈവശമുള്ള വസ്തുക്കൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. ഈ സമയം നമുക്ക് നിശബ്ദതയിൽ ആയിരിക്കാം, സംസാരമില്ലാതെ പ്രാർത്ഥനയിൽ ചെലവഴിക്കാം. ഈശോയിൽ പ്രിയരെ, വേളാങ്കണ്ണി പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ അർപ്പിക്കപ്പെടുന്ന കുർബാനകളുടെ സമയക്രമവും കുർബാനകൾ അർപ്പിക്കപ്പെടുന്ന ദേവാലയങ്ങളുടെ വിവരങ്ങളും ഇവിടെ അറിയിക്കുകയാണ്. ഈ ദേവാലയത്തിൽ ദിവസേന 11 കുർബാനകളാണ് നടത്തപ്പെടുക. പ്രധാന ദേവാലയത്തിൽ എല്ലാ ദിവസവും രാവിലെ
6 മണിക്ക് തമിഴ് കുർബാന. ഈ കുർബാന ജയ പ്ലസ് വഴി സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ലോവർ ബസിലിക്കയിൽ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ രാവിലെ 7 മണിക്ക് തമിഴ്, 10 മണിക്ക് ഇംഗ്ലീഷ്, ഉച്ചയ്ക്ക് 12 മണിക്ക് തമിഴ്, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തമിഴ്, വൈകിട്ട് 6 മണിക്ക് ജപമാലയും തുടർന്ന് തമിഴ് കുർബാനയും. അപ്പർ ബസിലിക്കയിൽ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ രാവിലെ 8 മണിക്ക് തെലുങ്ക്, 11 മണിക്ക് ഹിന്ദി, വൈകിട്ട് 5 മണിക്ക് കന്നഡ, ചൊവ്വാഴ്ചകളിൽ ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് കൊങ്കണി. മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിൽ, അതായത് ഈ ദേവാലയത്തിൽ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ രാവിലെ 8 മണിക്ക് കൊങ്കണി, 9 മണിക്ക് മലയാളം. എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ലോവർ ബസിലിക്കയിൽ വൈകിട്ട് 5:30 ജപമാലയും തുടർന്ന് ഷ്രൈൻ ചുറ്റി പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണവും വചന പ്രഘോഷണവും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും ഉണ്ടായിരിക്കും. എല്ലാ മാസാദ്യ ശനിയാഴ്ചകളിൽ വൈകിട്ട് 5:30 ഷ്രൈനിൻ്റെ പ്രവേശന കവാടം മുതൽ കടൽ തീരം വരെ വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും തുടർന്ന് ലോവർ ബസിലിക്കയിൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും രോഗികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും തമിഴ് കുർബാനയും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ പ്രധാന ദേവാലയവും രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ആരാധന ചാപ്പലും തീർത്ഥാടകർക്കായി തുറന്നിരിക്കുന്നു. നല്ല കുംഭസാരം നടത്താനുള്ള ഒരുക്കത്തിനായി അനുരഞ്ജന ചാപ്പലും കുംഭസാരത്തിന് ശേഷം പ്രായശ്ചിത്തം നിറവേറ്റുന്നതിനും വ്യക്തിപരമായ മൗനപ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ആരാധന ചാപ്പലും ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 8 മണി വരെയും 11:30 മുതൽ 12:30 വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയും മലയാളത്തിൽ കുമ്പസാരിക്കാനുള്ള അവസരമുണ്ട്. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ രാത്രി 8 മണി വരെയും വ്യക്തിപരമായ ആശീർവാദത്തിനും അടിമസമർപ്പണ പ്രാർത്ഥനയ്ക്കും ജപമാലകൾ, വിശുദ്ധ സ്വരൂപങ്ങൾ എന്നിവ വെഞ്ചരിക്കുന്നതിനും പ്രധാന ദേവാലയത്തിന് സമീപമുള്ള ആവേ മരിയ ഹാളിൽ വൈദികർ സന്നിഹിതരായിരിക്കും. നിങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ ദേവാലയത്തിൽ കുർബാനയ്ക്ക് ശേഷം പൊതുവായ ആശീർവാദം മാത്രമേ ഉള്ളൂ. എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും എല്ലാ ഗവൺമെൻറ് ഒഴിവു ദിനങ്ങളിലും മാതാകുളത്തിന് സമീപമുള്ള സ്റ്റെല്ല മാരീസ് ഓഡിയോ വിഷ്വൽ ഹാളിൽ അരുൾ നിറയ സുവടുകൾ, കൃപയുടെ അടയാളങ്ങൾ എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം രാവിലെ 10 മണിക്ക് തമിഴിലും 11:30 മലയാളത്തിലും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തെലുങ്കിലും ഉണ്ടായിരിക്കും. എല്ലാ തീർത്ഥാടകരെയും ഈ ഡോക്യുമെൻ്ററി കാണുവാൻ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ സ്വാഗതം ചെയ്യുന്നു. വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുത സാന്നിധ്യം നിറഞ്ഞ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ്യവും നല്ല സുരക്ഷിതവും സന്തോഷകരവും അഭിഷേകവും നിറഞ്ഞ ദിനങ്ങളും മണിക്കൂറുകളും ആശംസിക്കുക. നമുക്ക് എഴുന്നേക്കാം. നമുക്ക് സമാപന ആശീർവാദത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, തിരുശരീരത്തിൻ്റെയും വിലയേറിയ രക്തത്തിൻ്റെയും ഭോജനത്താൽ നിറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭക്തിയാദരപൂർവ്വം ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് സുനിശ്ചിതമായ പരിത്രാണത്തിലൂടെ ഞങ്ങൾ കൈവരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച്
ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.